അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ക്രാബി എയർപോർട്ടിൽ നിന്ന് റെയിലേ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അവനാങ്ങാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്നാണ് റെയിലേ ബീച്ചിലേക്ക് പോകേണ്ടത്. ബോട്ടിലാണ് പോകുന്നത്. 100 തായ് ബാത്താണ് ടിക്കറ്റ് പ്രൈസ്. ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ആണ് റെയിലേ ബീച്ചിലേക്കുള്ളത്. അങ്ങനെ നമ്മൾ റെയിലേ ബീച്ച് എത്തി. കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം നമുക്ക് റിസോർട്ട് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ 3 ഡേയ്സ് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് നടക്കാനിറങ്ങിയതാണ്. കൂടെ ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളും റിസോർട്ടുകളൊക്കെ ആണുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെസ്റ്റ് ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ട്. ഈസ്റ്റ് ബീച്ചിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ വെസ്റ്റ് ബീച്ചിലേക്ക്. അങ്ങനെ നമ്മൾ വെസ്റ്റ് ബീച്ച് എത്തിയിട്ടുണ്ട്. ഇതാണ് സൺസെറ്റ്. ഇവിടുത്തെ സൺസെറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ഇത്ര ഭംഗിയുള്ള സൺസെറ്റ് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അധികവും ടൂറിസ്റ്റുകൾ തന്നെയാണുള്ളത്. അധികം ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുത്തെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഇവിടെ നടന്നൊക്കെ കണ്ട് ഇന്ന് നമ്മൾ ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ മെയിനായിട്ടുള്ള 4 ഏരിയകളാണ് വെസ്റ്റ് റെയിലേ, ഈസ്റ്റ് റെയിലേ, പ്രിൻസസ് കേവ്, ടോൺസായി ബീച്ച്. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് പ്രിൻസസ് കേവിലേക്കാണ്.
സീ പ്രിൻസസിൻ്റെ വീടാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കൂടാതെ ഇവിടെ വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും, പിന്നെ എല്ലാത്തിലും വിജയം ഉണ്ടാവുമെന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. വേറെയും കുറേ വിശ്വാസങ്ങൾ ഇവർക്ക് ഇതിന് പിന്നിലുണ്ട്. ഇനി നമുക്കിവിടെ കാണാൻ ഒരു വ്യൂ പോയിൻ്റ്, ഒരു ലഗൂണാണുള്ളത്. ഇത് കയറിയിട്ട് വേണം നമ്മൾ വ്യൂ പോയിൻറ്റിൽ എത്താൻ. ഏകദേശം 1.5 മണിക്കൂർ കയറാനുണ്ട്. കുറച്ച് കയറി മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കാടൊക്കെ പോലെയാണ്, പക്ഷെ നടക്കാൻ വഴിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. പിന്നെ നമ്മൾ പോയത് ലഗൂണായിരുന്നു. അത് കുറച്ചും കൂടി കുത്തനുള്ള ഇറക്കവും കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ 3ാമത്തെ ദിവസം നമ്മൾ ഡയമണ്ട് കേവും ടോൺസായി ബീച്ചും ആണ് പോയത്. ഡയമണ്ട് കേവിലെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ബാത്താണ്.
ബോൺസായി ബീച്ചിൽ എത്തണമെങ്കിൽ നമ്മൾ വെസ്റ്റ് ബീച്ചിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മൾ 3 ഡേയ്സിന് ശേഷം പുക്കറ്റിലേക്ക് പോവുകയാണ്. വെസ്റ്റ് ബീച്ചിൽ നിന്നാണ് പോകുന്നത്. ബോട്ടിൽ കയറിയിട്ട് വേണം പോവാൻ. ഇനി നമ്മൾ അടുത്ത കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഇടുന്നത്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.